എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന HSST പരീക്ഷകൾക്ക് ഒരുക്കമായിട്ട് പ്രീവിയസ് ഇയർ HSST പരീക്ഷയുടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് HSST എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HSST ബോട്ടണിയിലെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. First question, a stratified sampling technique in which a researcher selects a proportional size stratum as his own judgment by random sampling from individual strata is often as so expensive. അതായത് ഒരു സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കാണ്. അതായത് ആ ഒരു മോഡലിൽ വരുന്ന ടെക്നിക്ക് തന്നെയാണ്. അതായത് പ്രൊപ്പോർഷണൽ സൈസ് ആയിട്ടുള്ള സ്ട്രാറ്റകൾ നമ്മൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്ത് അതായത് നമ്മുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് അതിനുശേഷം അതിൻ്റെ അകത്ത് നിന്ന് റാൻഡം സാമ്പിളിംഗ് വഴി അതായത് ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ റാൻഡം സാമ്പിളിംഗ് വഴി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏത് രീതിയിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതുമായിട്ട് ഇതേ മോഡലിൽ വരുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീക്വൻഷ്യൽ സാമ്പിളിങ്, ക്വാട്ട സാമ്പിളിങ്, ഡെലിബറേറ്റ് സാമ്പിളിങ്, ഏരിയ സാമ്പിളിങ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്വാട്ട സാമ്പിളിംഗ് ആണ്. അതായത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ടെക്നിക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫീച്ചർ അനുസരിച്ച് സ്ട്രാറ്റകളായിട്ട് തിരിക്കുകയാണ്. അതായത് ഇപ്പം ജെൻഡർ അല്ലെങ്കിൽ ലൊക്കാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ജെൻഡറിൽ തന്നെ മെയിൽസ്, ഗേൾസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സ്ട്രാറ്റകളായിട്ട് നമ്മൾ തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ക്വാട്ട സാമ്പിളിങ്ങിലും ചെയ്യുന്നത്. ക്വാട്ട സാമ്പിളിങ്ങിലും നമ്മൾ ഏജ്, ജെൻഡർ, ഇൻകം അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറിക്സ് അനുസരിച്ച് പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ്. അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സൈസൊന്നും നമ്മൾ ഫിക്സ് ചെയ്യാത്ത സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ ഡേറ്റ കളക്ട് ചെയ്തു, ശേഷം അതിൻ്റെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള കിട്ടിയില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്പെസിഫിക് ബൗണ്ടറി വരെ റീച്ച് ചെയ്യുന്നവരെ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഓർത്ത് ഇങ്ങനെ ഡേറ്റ ഇങ്ങനെ അനലൈസ് ചെയ്ത് സാമ്പിൾ കളക്ട് ചെയ്യുകയാണ് സീക്വൻഷ്യൽ സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഡെലിബറേറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പർപ്പസീവ് സാമ്പിളിംഗ് തന്നെയാണ്. അതായത് നമ്മൾ ചില ക്രൈറ്റീരിയ വെച്ചിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡേറ്റ കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ നമ്മൾ പർപ്പസീവായിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ഡെലിബറേറ്റ് സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഏരിയ സാമ്പിളിങ്ങിൽ ഒരു ഏരിയ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ചെറിയ ക്ലസ്റ്റേഴ്സൊക്കെ ആയിട്ട് തിരിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് സാമ്പിൾ എടുത്ത് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ഏരിയ സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. നമുക്ക് പോപ്പുലേഷൻ അവിടെ കറക്റ്റായിട്ട് ഡെഫിനറ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഏരിയ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Next question, which among the following are not correct attribute pair about the design of exploratory research? അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആട്രിബ്യൂട്ട് പെയർ അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓവറോൾ ഡിസൈൻ, ഫ്ലെക്സിബിൾ ഡിസൈൻ, സാമ്പിളിംഗ് ഡിസൈൻ, പ്രോബിലിറ്റി സാമ്പിളിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ, നോട്ട് pre-planned design for statistical analysis, observational design, unstructured instruments for data collection, operational design, advanced decision about operational procedures. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ, നോ പ്രീ-പ്ലാൻഡ് ഡിസൈൻ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഒബ്സർവേഷൻ ഡിസൈൻ, അൺസ്ട്രക്ചർഡ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഡേറ്റ കളക്ഷൻ എന്നുള്ളതുമാണ്. അതായത് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ല. അവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് വരുന്നില്ല. എക്സ്പ്ലോറേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഒരു ഫിനോമിന അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണ്. അതായത് നമുക്കവിടെ അതിനെപ്പറ്റി ഒരു ഇൻസൈറ്റ്സ് കിട്ടാനും അതുപോലെ തന്നെ ഹൈപ്പോത്തീസിസ് ജനറേറ്റ് ചെയ്യാനും, അതായത് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻ ഉള്ള ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് എന്ന് പറയണത്. ഇവിടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടാനല്ല, മറിച്ച് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുവാനും അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിക്കാനും വേണ്ടിയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഇൻ്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ്, ഒബ്സർവേഷൻസ്, അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിളുമാണ്.
അതുപോലെ തന്നെ അഡാപ്റ്റബിളുമാണ്. അതായത് ഇവിടെ നമ്മുടെ ഓവറോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡേറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ അപ്രോച്ച് ആസ് ഐറ്റ് അനാലിസിസ്. അതായത് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ്. അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ അപ്രോച്ചാണ് നമ്മളിവിടെ ഐറ്റ് അനാലിസിസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് തരം സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യൽ സ്കെയില്, ഗട്ട്മാൻസ് സ്കെയിലോഗ്രാം, മൾട്ടി ഡയമെൻഷൻ സ്കെയില്, ലിക്കേർഡ് സ്കെയില്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലിക്കേർഡ് സ്കെയിലാണ്. റെന്നീസ് ലിക്കേർഡ് ഡെവലപ്പ് ചെയ്താണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയണത്. അതായത് ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, ബിഹേവിയേഴ്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവേ ടൂളാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഐറ്റ അനാലിസിസിലൂടെയാണ് നമ്മൾ ഐറ്റത്തിനെ സെലക്ട് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ സ്കെയിലും ഒരു സർവേ ടൂളാണ്. ഇതും നമ്മൾ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സിന് വാല്യൂസ് അസൈൻ ചെയ്യുന്ന ജഡ്ജസ് ആണ്. ഗട്ട്മാൻ സ്കെയിലോഗ്രാം എന്ന് പറയണത് ഒരു യൂണിഡയമെൻഷൻ സർവേ മെത്തേഡാണ്. ഇവിടെ ഐറ്റംസ് ഓർഡർ ചെയ്തിരിക്കുന്ന ഹൈറാർക്കി അനുസരിച്ചാണ്. മൾട്ടി ഡയമെൻഷൻ സ്കെയിൽ എന്ന് പറയണത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ഇത് ഒബ്ജക്ട്സിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും വിഷ്വലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് എക്സാംപ്ലർ റെഫറൻസിങ് സ്റ്റൈൽ ഫോർ എ ബുക്ക് വിത്ത് 2 editors ഇൻസ്റ്റെഡ് ഓഫ് ഓതർ while citing a source in your research paper as per APA 7th edition. അതായത് APA 7th edition അനുസരിച്ച് റെഫറൻസ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 എഡിറ്റേഴ്സാണുള്ളത് ഓതറിന് പകരമായിട്ട്. അപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതനുസരിച്ച് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ നെയിം നമ്മൾ സാധാ എഴുതുന്ന കണക്ക് ലാസ്റ്റ് നെയിം ഫസ്റ്റ് എഴുതിയിട്ട് എഴുതണം. ലാസ്റ്റ് നെയിം ഫസ്റ്റ് എഴുതുക, അതിനുശേഷം ഫസ്റ്റ് നെയിം ആ ഒരു ഓർഡറിൽ എഴുതുക. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ മെലൻഡി കോമ ആർ കുത്ത കോമ ആൻ കിൻകെയ്ഡ് കോമ സി കുത്ത്. അപ്പോൾ ഇത് 2 പേരുടെയും പേരായി. അതായത് നമ്മുടെ ലാസ്റ്റ് നെയിം കഴിഞ്ഞു കോമ, അതിനുശേഷം സെക്കൻഡ് നെയിം. അപ്പം 2 പേരുള്ളതുകൊണ്ട് ആണ്ടിട്ട് 2 പേരുടെ എഴുതി. അപ്പോൾ ഇവർ എഡിറ്റേഴ്സാണ്. സോ ബ്രാക്കറ്റിൽ നമ്മൾ EDS എന്ന് എഴുതി. അതിനുശേഷം അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷനാണ്. ഇവിടെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ 2080 ആണ്, അത് എഴുതി. അതിനുശേഷം ബുക്കിൻ്റെ പേര്, ബർത്ത് ഓർഡർ ആൻഡ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ബുക്കിൻ്റെ പേര്, അത് എഴുതി. അതിനുശേഷം പബ്ലിഷർ ഡബിൾ ഡേ ആണ്, അപ്പം പബ്ലിഷറിൻ്റെ പേരും എഴുതി. സോ ഇതാണ് ഓതർ ഇല്ലാണ്ട് 2 എഡിറ്റേഴ്സിൻ്റെ ബുക്കാണെങ്കിൽ എഴുതേണ്ട APAയുടെ 7th സ്റ്റൈൽ അനുസരിച്ച് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ദ chi-square ടെസ്റ്റ് ഈസ് അപ്ലൈഡ്. അതായത് chi-square ടെസ്റ്റ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവേഷൻ റെക്കോർഡഡ് ആൻഡ് യൂസ്ഡ് ആർ കളക്റ്റഡ് നോട്ട് ഇൻ റാൻഡം ബേസ്ഡ്. All the items in sample must be dependent. Overall numbers of items must be reasonably large. The constraints not to be linear. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓവറോൾ നമ്പർ ഓഫ് ഐറ്റം മസ്റ്റ് ബി റീസണബിളി ലാർജ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുമ്പം ക്വാണ്ടിറ്റി, അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മളവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസാണ് അല്ലെങ്കിൽ ടെസ്റ്റാണ് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് chi-square ടെസ്റ്റ് എന്ന് പറയണത്. ഇവിടെ ഡേറ്റ സെറ്റിലെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ റാൻഡം ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ റീസണബിളി ലാർജ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ chi-square ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. chi-square ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ്ഡും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിലുള്ള ആ ഒരു ഡിസ്ക്രിപ്പൻസീസ് കമ്പയർ ചെയ്യാനാണ്. Next question, which among the following features are to be considered as the merits and demerits of Montessori method compared to the constructive approach of learning? അതായത്
ഇവിടെ നമുക്ക് മോണ്ടിസോറി മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും, അതായത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആയിട്ട് ഉള്ള മെറിറ്റും ഡീമെറിറ്റുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, എഡ്യൂക്കേഷൻ ത്രൂ സെൻസ് ട്രെയിനിങ്, എംബസൈസ് ഓൺ ബയോളജിക്കൽ അപ്രോച്ച്, ബിലീഫ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്നിവയൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെറിറ്റും ഡീമെറിറ്റും കണ്ടെത്തേണ്ടത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉം മെറിറ്റും 3ഉം 4ഉം ഡീമെറിറ്റുമാണ്. അതായത് ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ്, എഡ്യൂക്കേഷൻ ത്രൂ സെൻസ് ട്രെയിനിങ് എന്നിവയെല്ലാം മോണ്ടിസോറി മെത്തേഡിൻ്റെ പോസിറ്റീവ് മെറിറ്റുകളാണ്. പക്ഷേ എംബസൈസ് ഓൺ ബയോളജിക്കൽ അപ്രോച്ചും ബിലീഫ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്നിവയെല്ലാം ഇതിൻ്റെ ഡീമെറിറ്റുമാണ്. മോണ്ടിസോറി ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ റിയാലിറ്റീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ ലേണിങ്ങിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ഡൈഡാക്റ്റിക് ആയിട്ടുള്ള അപ്പാരറ്റസ് വഴി നമ്മൾ സെൻസ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് ടീച്ചിങ് ഒന്നുമില്ല. ട്രെയിനിങ് എന്ന് പറയണത് ലാർജ്ലി ഇൻഡിവിജ്വൽ വർക്കാണ്. അതായത് സ്കൂൾ ആർട്സിലൊക്കെ മാസ്റ്റർ നേടാനായിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റായിട്ട് ഫോർമൽ ട്രെയിനിങ് ഓഫ് സെൻസസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ലാർജ്ലി ഫ്രീയും അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. ഓൾ എഡ്യൂക്കേഷൻ പ്രൊസീഡ്സ് ബൈ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ സോഷ്യൽ കോൺഷ്യസ്നെസ് ഓഫ് ദ റേസ്, ദ കോഡ് ഫ്രം ജോൺ ഡെവി എക്സ്പോണൻറ്റ് 2. അതായത് ഓൾ എഡ്യൂക്കേഷൻ പ്രൊസീഡ്സ് ബൈ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ സോഷ്യൽ കോൺഷ്യസ്നെസ് ഓഫ് ദ റേസ് എന്ന് പറയുന്നത് ജോൺ ഡെവിയുടെ ഒരു കോട്ടാണ്. അദ്ദേഹം എന്തിൻ്റെ അല്ലെങ്കിൽ ഇത് എന്ത് എക്സ്പോണൻറ്റ് 2 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണിത് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ എന്ത് എയിമാണ് ഇവിടെ കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ, റേഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചറൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെ ആൻസർ എഴുതുന്ന ഓപ്ഷൻ എ ആണ്, സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് ഈ ജോൺ ഡെവി എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഫങ്ഷണൽ സൈക്കോളജി എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു ലീഡിങ് റെപ്രസെൻറ്റേറ്റീവാണ്. അദ്ദേഹം ഒരു പ്രാഗ്മാറ്റിസ്റ്റും അതുപോലെ തന്നെ എക്സ്പീരിയൻറ്റലിസ്റ്റുമാണ്. ഡെവി ഒരു ഓർഗനൈസ്ഡ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത് ഇൻഡിവിജ്വലും സൊസൈറ്റിയിൽ തമ്മിൽ. അതായത് അതെന്ന് പറയണത് അണ്ടർ കറൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ലിസ്റ്റ് ആർ ദ എഫക്റ്റീവ് ടൂൾ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് പ്രിസിഡൻസ് ടു. അതായത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ടൂളാണ്. കാരണം അത് പ്രിസിഡൻസ് ചെയ്യുന്നത് എന്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഇൻ ലേണിംഗ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്നുള്ളതാണ്. ചെക്ക് ലിസ്റ്റാണ് കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ടൂള്. കാരണം അത് മുൻഗണന കൊടുക്കുന്ന അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്നുള്ളതിനാണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ ഇടയിലൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള അസസ്മെൻറ്റ് നടത്താനാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ സമ്മേറ്റീവ്, അതായത് ഒരു ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ ഒക്കെ അവസാനം നമ്മൾ നടത്തുന്ന അസസ്മെൻറ്റാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റിനെ നമ്മളെ സഹായിക്കുന്ന അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്നുള്ളതാണ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി തന്നെ അവൻ്റെ തന്നെ ലേണിങ്ങിനെ നോക്കി അസസ് ചെയ്യുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് അവൻ തന്നെയാണ് അവൻ്റെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഇവിടെ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത്. സെൽഫ് അസസ്മെൻറ്റിന് ഏറ്റവും നല്ല എഫക്റ്റീവ് ടൂൾ എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റാണ്. അതായത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അസസ്മെൻ്റാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുട്ടി തന്നെ ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാകുന്നുണ്ട് അവൻ്റെ ലേണിങ്ങിൻ്റെ പ്രോഗ്രസ്സും എവിടെയാണ് വീക്ക്നെസ് എന്നും. അതുപോലെ തന്നെ അത് അവന് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് കൂടുതൽ നന്നായി വളരാനായിട്ടും.
Next question, performance learning is brain friendly learning and leads to quality because it. അതായത് പെർഫോമൻസ് ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രെയിൻ ഫ്രണ്ട്ലി ലേണിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലോട്ട് നയിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഫോക്കസ് ഓൺ വാട്ട് ദ സ്റ്റുഡൻസ് ക്യാൻ ഡു, ലിമിറ്റ്സ് ഇമോഷണൽ ക്ലൈമറ്റ് ഫോർ ലേണിംഗ്, ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, നോട്ട് പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ്. അതായത് പെർഫോമൻസ് ലേണിങ്ങിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആണ്. അത് ബ്രെയിൻ ഫ്രണ്ട്ലി ലേണിംഗ് ആണ്. അതായത് അവിടെ നമ്മൾ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റി അല്ല നോക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പറ്റുന്നത് അവിടെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് അത് ബ്രെയിൻ ഫ്രണ്ട്ലി ലേണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പെർഫോമൻസ് ലേണിങ്ങിലൂടെ മാത്രമാണ് സംഭവിക്കത്തുള്ളൂ. അതായത് നമ്മളിവിടെ പെർഫോം ചെയ്ത് പഠിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും എവിടെയാണ് നമ്മുടെ ഡിഫക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇനി എങ്ങനെയാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടത് എന്നുള്ളതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തിങ്കിങ് സ്കിൽ ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് റീസണിങ്. താഴെ കൊടുത്തിരിക്കുന്ന തിങ്കിങ് സ്കില്ലിൽ റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എബിലിറ്റി ടു ഡ്രോ ഇൻഫറൻസ് ആൻഡ് മേക്ക് ഡിഡക്ഷൻസ്, യൂസ് പ്രിസൈസ് ലാംഗ്വേജ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദേ തിങ്ക്, മേക്ക് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ഇൻഫോംഡ് ബൈ എവിഡൻസ്, ലുക്ക് ഫോർ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഔട്ട്കംസ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത തിങ്കിങ് സ്കിൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലുക്ക് ഫോർ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഔട്ട്കം എന്നുള്ളതാണ്. വരുന്നത് എന്താണ്, അതായത് സിന്തസിസ്, ഇവാലുവേഷൻസ്, കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ജഡ്ജസ് നടത്തുന്നതൊക്കെയാണ്. അതായത് നമ്മൾക്ക് റീസണിങ് വെച്ച് അല്ലെങ്കിൽ തിങ്കിങ് സ്കില്ല് റീസണിങ് വഴിയാണ് നമുക്ക് ഇൻഫറൻസസ് ഡ്രോൺ ചെയ്യാനും അതുപോലെ തന്നെ ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അതുപോലെ തന്നെ എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് തിങ്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പ്രിസൈസ് ലാംഗ്വേജിൽ, അത് കൃത്യമായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത്. ലുക്കിംഗ് ഫോർ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഔട്ട്കം റിലേറ്റ് ചെയ്തിരിക്കുന്നത് തിങ്കിങ്ങിൻ്റെ ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ടാണ്. അതായത് ഇന്നോവേറ്റീവ് ഔട്ട്കംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് എവിടെയാണ്, ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ആ ഒരു എബിലിറ്റി നമുക്ക് കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ അതുള്ളപ്പോഴാണ് അല്ലെങ്കിൽ അതാണ് ഈ ഒരു ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഔട്ട്കമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ബാക്കിയുള്ള 3 റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷേങ്കിൽ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഔട്ട്കംസ് ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഡൈവേർജൻ്റ് തിങ്കിങ്, കൺവേർജൻ്റ് തിങ്കിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആ ഒരു ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അനലൈസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്